വിനോദേട്ടന്റെ നൂഡിൽസിനെ പറ്റി എന്താ അഭിപ്രായത്തില്ല? ഇതിന് മുന്നേ കഴിച്ചിട്ടില്ല. അപ്പൊ നിങ്ങളുടെ വിനോദേട്ടൻ ഇതിന് മുന്നേ ഉണ്ടാക്കി തന്നിട്ടില്ലേ? കണ്ടാ ഒരു ഓർമ്മയില്ല. ഇന്ന് സമ്മതിച്ചു തരോ? സമ്മതിച്ചു തരില്ല. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ എന്താ തങ്കു ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്? നൂഡിൽസ് ഗൈസ്, നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? നൂഡിൽസ് ആരാ ഉണ്ടാക്കാൻ വേണ്ടി പോണത്? മാമനും അമ്മയും കൂടി നൂഡിൽസ് ഉണ്ടാക്കാൻ പോവാ അല്ലേ? അപ്പൊ നമുക്ക് അതിന്റെ റെസിപ്പി കാണാം. ഓക്കെ, അപ്പൊ ചേട്ടാ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എന്താ ചെയ്യാൻ വേണ്ടി പോണത്? വെജിറ്റബിൾസ് എല്ലാം ആദ്യം നല്ലോണം വാഷ് ചെയ്തെടുക്കുക. എന്തൊക്കെ വെജിറ്റബിൾസ് എടുക്കാൻ പോകുന്നത്? നമുക്ക് വേണ്ടത് ബീൻസ്, ഒരു സവാള, പിന്നെ പിന്നെ വേണ്ടത് ക്യാപ്സിക്കം, ക്യാരറ്റ്. ഇതെല്ലാം നമ്മൾ ആദ്യം വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിനു ശേഷം നല്ല അതിൻ്റെതായ പീസായിട്ട് കട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വാഷ് ചെയ്യാൻ തുടങ്ങാം. അപ്പൊ നമ്മളിത് വാഷ് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. വിനോദേട്ടന്റെ നൂഡിൽസിനെ പറ്റി എന്താണ് അഭിപ്രായം? ഓ, അതവിടെ ഒരെണ്ണത്തിന് നോക്കിക്കേ. പറ, വിനോദേട്ടന്റെ നൂഡിൽസിനെ പറ്റി എന്താ അഭിപ്രായത്തില്ല? ഇതിന് മുന്നേ കഴിച്ചിട്ടില്ല. അപ്പൊ നിങ്ങളുടെ വിനോദേട്ടൻ ഇതിന് മുന്നേ ഉണ്ടാക്കി തന്നിട്ടില്ലേ? കണ്ടാ ഒരു ഓർമ്മയില്ല. ഇന്ന് സമ്മതിച്ചു തരോ? സമ്മതിച്ചു തരില്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല, വെറുതെ പറയുന്നത് ഓർമ്മ പോലില്ല. ബിരിയാണി സൂപ്പറാണ്, നൂഡിൽസ് തിന്നാൻ എനിക്ക് ഓർമ്മയില്ല, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ബിരിയാണി സൂപ്പറാണ്. പിന്നെ എന്റെ പരിപാടിയിലുണ്ട് എന്തുണ്ടാക്കിയാലും. ഓ, അത് പറഞ്ഞപ്പോ കണ്ടങ്ങോട്ട്. അങ്ങനെയല്ല, അപ്പൊ മകളുണ്ടാക്കിയ ടേസ്റ്റ് ഇല്ലെന്നാണ് ആ പറഞ്ഞത്. എന്റെ മരുമക്കളുണ്ടാക്കിയത് ബിരിയാണിയാ? ഓർമ്മിപ്പിക്കല്ലേ, അത് എന്റെ ചേട്ടൻ ആദ്യത്തെ ഇടിയാളെ നടന്ന ദിവസമാണത്. അയ്യോ, ഞങ്ങള് ബിരിയാണി ഉണ്ടാക്കി. ഞാൻ കഴിഞ്ഞ ആഴ്ച വീട്ടിലൊരു ചിക്കൻ കറി വെച്ചിട്ട് എന്റെ അമ്മയ്ക്ക് അവിടുത്തെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ടെന്ന് മോമകളെ കൊള്ളൂല. അവൻ വെക്കണേക്ക് നിറച്ച് മസാല ചൊവ്വയാണ്, നീ വെച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. ആ, നിനക്ക് എന്താണ് അഭിപ്രായം? അച്ഛന്റെ ഫുഡാണ് ഇഷ്ടം, അമ്മയുടെ ഫുഡാണ് ഇഷ്ടം? അമ്മയുടെ ഫുഡ് ഇഷ്ടല്ലേ? ദിദിലുവിന് അച്ഛന്റെ ഫുഡാണോ മാമന്റെ പാപ്പോണ് ഇഷ്ടം? ചക്ക വെട്ടിയ മോന്ത. ആഹാ, പറ. ഒന്നും കൂടി, അച്ഛന്റെ ഫുഡാണോ മാമന്റെ ഫുഡാണോ ഇഷ്ടം? മാമച്ചനാ? അതേതാ മാമച്ചൻ? അച്ഛന്റെ പാപ്പോണോ ഇഷ്ടം, തുമ്പിയുടെ പാപ്പോണോ ഇഷ്ടം? തുമ്പി. അത് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്, അതാണ് അങ്ങനെ ചോദിക്കാൻ പറഞ്ഞത്. ആ, കൊച്ചു മേടിച്ചിട്ടാണ്, കൂട്ടത്തിൽ കിടത്തൂല, അത് മേടിച്ചിട്ടാണ്. കണ്ടാ, ഉള്ള ഭീഷണിയാണ്. ആ, ഓക്കെ. അപ്പൊ നമ്മളുടെ ഫ്രൈഡ് റൈസ്, സോറി നൂഡിൽസ് ഇവിടെ റെഡിയാണുള്ള. വെള്ളം കുറച്ച് ക്യാരറ്റ് പീൽ ചെയ്ത് ആദ്യത്തെ സ്കിന്നെല്ലാം നമ്മൾ കളയുകയാണ്. ക്യാരറ്റൊക്കെ നമ്മൾ പീൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ട്രിക്ക് അതെനിക്കറിയുള്ളൂ. അതാ ഞാൻ പീൽ ചെയ്യാം. അപ്പം നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത് ഗൈസ്. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഗൈസ്. ചിക്കൻ ഉണ്ടാക്കിയിട്ട് മമ്മിയോട് ഒരു പ്രാവശ്യം ഞങ്ങളിത് ഇതേപോലെ നൂഡിൽസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വിനോദേട്ടൻ വന്നപ്പോൾ. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാമത് വീണ്ടും ഉണ്ടാക്കുന്നത്. വെജിറ്റബിൾ നൂഡിൽസ് അല്ലേ? എഗ് നൂഡിൽസ് ആണ് ഉണ്ടാക്കുന്നത്. നമുക്ക് മുട്ട ഒഴിവാക്കിയിട്ട് വെജ് നൂഡിൽസും ആക്കാം അല്ലേ? ഇതിൽ എഗ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എഗ് നൂഡിൽസ്, ചിക്കൻ കൂടെ ആഡ് ചെയ്താൽ ചിക്കൻ നൂഡിൽസ്. റെസിപ്പി ഒന്നാണ്.
നാളികനും പെങ്ങളും പെങ്ങളുടെ കെട്ടിയാനും മകനും വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു സ്പെഷ്യലായിട്ട് നൂഡിൽസ് ഉണ്ടാക്കാം. അങ്ങനെ ഞങ്ങൾ നിൽക്കുന്ന ട്രിപ്പിലെ രാത്രി സമയത്താണ് നൂഡിൽസ് ഉണ്ടാക്കുന്നത്. ഉച്ചക്ക് ബിരിയാണി ഉണ്ടാക്കി, നമ്മുടെ അമ്മയുടെ സ്പെഷ്യൽ ബിരിയാണി. അത് കാണാത്തവർ കയറി കാണാൻ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. നേരത്തെ ആ ബിരിയാണിയുടെ റെസിപ്പി ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ഇടാത്തത്. അമ്മയുടെ ബിരിയാണി റെസിപ്പി, സ്പെഷ്യൽ റെസിപ്പി കാണാനായിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതും കൂടി പോയി കണ്ടോ കേട്ടോ. ക്യാപ്സിക്കം അരിഞ്ഞു, നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞിരിക്കുന്നു ഗായ്സ്. നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നൂഡിൽസ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണേ. ഇതാണ് നമ്മള് നൂഡിൽസിന് വേണ്ടി ഇടാൻ പോകുന്നുണ്ട്. ഇത് എത്ര ഗ്രാമിൻ്റെയാണ്? എത്ര ഗ്രാമാണ്? 200 ഗ്രാമേ ഉള്ളൂ. 10-16 പേരും ഉണ്ട്. അതാണ് വെറൈറ്റി. പിന്നെ തിന്നണമെന്ന് തോന്നണം, അതാണ് ഞങ്ങൾ ഇച്ചിരി ഉണ്ടാക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. അപ്പം നമ്മൾ നമ്മുടെ നൂഡിൽസിൻ്റെ ഉള്ളിലേക്ക് വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് നൂഡിൽസ് ഇട്ടിട്ടാ. അപ്പോൾ സോൾട്ട് ആഡ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ 1 സ്പൂൺ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം നമ്മൾ ഓയിൽ തമ്മിൽ ഒട്ടാതിരിക്കാനാണ്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇച്ചിരി 1 സ്പൂൺ ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഒന്ന് ബോയിൽ ആവാൻ വേണ്ടി വെച്ചിരിക്കുന്നു ഗൈസ്. ഇത് നോക്കൂ ഗൈസ്, ഇതാ നമ്മുടെ നൂഡിൽസ് ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നു. ഉണ്ട്, അത് വലുതായത് ഉണ്ടാക്കി കുറേ ആയില്ലേ. ഇത് ഇത്തിരി ആയിട്ടെങ്കിലും കുറേ ആയി. അപ്പൊ നമ്മള് ഈ നൂഡിൽസ് ഇങ്ങനെ ഊരിയെടുക്കണേണ് ഗൈസ്, വാർത്തെടുക്കാം. എന്താ പറ്റുന്നത്, നമ്മളിതൊരു കൊട്ടയിലേക്ക് ഇട്ട് വെക്കുക വേണ്ട. അതാണോ നമ്മള് വെള്ളം പോകാൻ വേണ്ടി മാറ്റി വെക്കുക. ഞങ്ങളുടെ കയ്യില് കേടായി ഇല്ല, അതായത് കടായി ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഈ എന്താ പറയാ, ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടാ. നിങ്ങളുടെ കയ്യിൽ കടായി ഉണ്ടെങ്കിൽ കടായിൽ ഉണ്ടാക്കിക്കോട്ടാ. സ്റ്റാർട്ട് ചെയ്താല ഷെഫ് നമ്മുടെ എന്താണ് വിനോദ് അരവിന്ദാക്ഷയ്. ചേട്ടന് സമ്മതം ഉണ്ടോ ചേട്ടാ? സമ്മതമൊന്നുമില്ല. സ്റ്റാർട്ട് ചെയ്യാം. സമ്മതമൊന്നുമില്ല കേട്ടാ. സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങളുടെ കിച്ചൺ ആകെ ഒരു ഇതായിട്ടിരിക്കുന്നതാണ്, നിങ്ങൾ വിചാരിക്കേണ്ട. കുറേ ഭയങ്കര കുക്കിംഗ് പരിപാടിയാണ്. ഇവർ വന്നുകൊണ്ടില്ല, ഇടക്കിടക്ക് സ്പെഷ്യൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൊത്തത്തിലൊന്നും നല്ല അമ്പായിട്ട് കിടക്കുകയാണ്. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ പാഷനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജോലിയാണ്. പക്ഷേ എൻ്റെ ഫാദറിന് അത് ഇഷ്ടമല്ലായിരുന്നു, ഹോട്ടൽ മാനേജ്മെൻറ്റ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് പഠിക്കാത്തത്. ഇപ്പോഴും എനിക്ക് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താ ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് കുക്കിംഗ്. പക്ഷേ ഇതേപോലെ കുറേ ആൾക്കാരുണ്ടാവും അല്ലേ, ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ ആഗ്രഹിച്ചിട്ട് വീട്ടുകാർ സമ്മതിക്കാണ്ട് പഠിക്കാണ്ട് പോയ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ ഇപ്പം അതിന് നല്ല ഇതാണല്ലേ, നല്ല സ്കോപ്പാണ്. ഇപ്പം എല്ലാവരും പഠിക്കുമ്പോൾ പെണ്ണുങ്ങളോ ആണുങ്ങളോ ഒക്കെ പഠിക്കും. ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് നേരത്തെ പോലെ അല്ല, ഇപ്പം അതൊരു പ്രൊഫഷണൽ കോഴ്സ് ഒന്നും പറഞ്ഞത്. അപ്പം നമ്മളുടെ ഉരുളി ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കണം കേട്ടോ. നമുക്ക് വാങ്ങണം ഒരു കടായി ഇങ്ങനെ, എന്നിട്ട് തീ വരുത്തണം അതിൻ്റെ ഉള്ളിൽ കൂടി. അതാണ് എൻ്റെ ആഗ്രഹം. തീ ഞാനിടക്ക് വരുത്താറുണ്ട് ചട്ടിയുടെ ഉള്ളിൽ കൂടി. കടുക് വറുക്കുമ്പോഴേ കുഞ്ഞി ചട്ടിയുടെ ഉള്ളിൽ നിന്ന് പൊട്ടിത്തെറിച്ച് തീ. നമ്മളെപ്പോഴും സൺഫ്ലവർ ഓയിലാണ് ഇതിന് യൂസ് ചെയ്യാൻ, വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. സൺഫ്ലവറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യണത്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ലതായിട്ടൊന്ന് ഹീറ്റ് ആവണം. ഓയിൽ ഹീറ്റായാൽ മാത്രമേ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ കുറച്ച് നൂഡിൽസ് ആണെങ്കിൽ കുറച്ച് ഗാർലിക് ഇടുക. ഞാനിവിടെ കുറച്ച് ഗാർലിക് എടുത്തിട്ടുണ്ട്, മൊത്തം ഇടണ്ട, കുറച്ച് ഗാർലിക്കിൻ്റെ ആവശ്യം ഇവിടെ വരുന്നുണ്ട്. നമ്മൾ ഇത്ര ഗാർലിക് ഇടുന്നു. ഗാർലിക് അതിനൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്തുവാൻ, ചെറുതായിട്ടൊന്ന് മൂക്കാൻ മതി. ഇട്ടതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ മുട്ട ആഡ് ചെയ്യുന്നുണ്ട്, എഗ്ഗ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്രയും നമ്മൾ മുട്ട ആഡ് ചെയ്യുന്നത്.
നിങ്ങൾ പുറത്തൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു മുട്ട ആഡ് ചെയ്യുള്ളൂ. ആ മുട്ടയിലുള്ള പരിപാടിയുള്ള ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഞങ്ങൾ ഇത്തിരി നൂഡിൽസ് വെച്ചത് ഇച്ചിരി കുറഞ്ഞു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്യാബേജും ക്യാരറ്റും ബീൻസും അതുപോലെ തന്നെ സവോളയും ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടി വേറെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സൗണ്ടുകളൊക്കെ വരുന്നതുകൊണ്ടാണ് ഞാൻ ഇതിന് വോയിസ് ഓവർ കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ക്യാരറ്റ്, ബീൻസ്, സവോള, പിന്നെ ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്യും. നമ്മൾ ഉപ്പിട്ടാണ് അത് നമ്മൾ ബോയിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി. നമ്മൾ ഓവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആർക്കും ചിലപ്പം പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കടായി ആണെങ്കിൽ ഇതേപോലെ അടി പിടിക്കത്തില്ല. നമ്മളിപ്പം അടി പിടിക്കാൻ ബോയിലായി വരണം. കുറച്ച് അതേപോലെ നമ്മൾ മറ്റേ ഇത് ചെയ്യുന്ന ഗ്യാസ് സ്റ്റവ് അല്ല നമ്മളെ വീട്ടിലെ സ്റ്റൗവിൽ അത് കാരണം പരിമിതികളുണ്ട്. ക്യാപ്സിക്കമാണ് നമ്മൾ ഇടുന്നത്. നമ്മളിപ്പോ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് നൂഡിൽസ് ആഡ് ചെയ്യാം. നമ്മൾ ഈ വേവിച്ച് മാറ്റി വെച്ചിരുന്ന നൂഡിൽസ് ആണ്. അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നമുക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗൈസ്. ചേട്ടൻ ഇവിടെ ഞങ്ങൾ കുറച്ച് പെപ്പർ ഇടുവാണ്. പെപ്പർ ആവശ്യത്തിന് ഇട്ടാൽ മതി. പെപ്പർ ഇടുമ്പോൾ എരിവ് വരും. ആവശ്യത്തിന് ഇടുക. കുറച്ച് സോയ ആഡ് ചെയ്യുകയാണ്. സോയ സോസ് കേട്ടോ. ഇതെല്ലാം ഹൈ സ്പീഡിലല്ലേ? ഫുൾ സ്പീഡിലല്ലേ ചേട്ടൻ? എല്ലാം ഫുൾ സ്പീഡിലാണ് വെച്ചേക്കണേ. ഹൈ സ്പീഡിൽ വെക്കണേ. കുറച്ച് ചില്ലി സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ചില്ലി സോസും കൂടി നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ തീ ഓഫ് ഫുഡ് ഞങ്ങൾ പോവാണ് ഗൈസ്. കണ്ടോ ഗൈസ്, കളർഫുൾ ആയിട്ടുള്ള ഹോട്ടൽ രീതിയിലുള്ള നല്ല അടിപൊളി എഗ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. പൊളി 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 പൊളി. അപ്പോൾ ഇതാ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. ഈ വീഡിയോയിൽ ഇതുവരെ ഫ്രെയിമിൽ കാണാത്ത ആള്. ചൂടുണ്ട് കേട്ടാ വിളിച്ചത് പറയുന്നത്. അളിയന് ഇതാ സോസ് ഒഴിച്ചു കൊടുക്കുന്ന രംഗമാണ് ഗൈസ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. എനിക്കില്ലല്ലേ മാമ? അതെന്ത് പരിപാടിയാണ് മാമ? ചൂട് ഞാൻ അടുത്ത ആൾക്കാരെ ടേസ്റ്റ് ചെയ്യട്ടെ. അതിന് ചിറ്റ ടേസ്റ്റ് ചെയ്യും. അവിടെ സൈഡിലേക്ക് മുടിക്കട്ട്. അടുത്തതായി ചിറ്റ ടേസ്റ്റ് ചെയ്ത് അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നു ഗൈസ്. അമ്മ ടേസ്റ്റ് ചെയ്തു. അപ്പൊ ഞാനിതിന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാട്ടോ. നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട്. എടാ തങ്കു വാടാ ടേസ്റ്റ് നോക്കടാ.
ആ പറ്റും പറ്റും ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. അടിപൊളി. നീ താങ്കോ അറിയണ്ട വേണോ ഇഷ്ടായ ഇത് അപ്പൊ ഇങ്ങനെ അതിപ്പോ എന്റെ അടുത്ത് കിടക്കണേന്ന് വെച്ചാ അപ്പൊ പറയും അന്ന് എന്റെ തങ്കൂനെ വിളിക്കാം എന്റെ അടുത്ത് കിടക്കുമ്പോഴേ പറയാ നീയേ അമ്മയുടെ അടുത്ത് ഞാൻ പോവാം എനിക്ക് പോവാട്ടാ എന്ന് പറയാം. അപ്പൊ അവിടെ വേഗം തന്നെ അമ്മയുടെ തീറ്റ അടിക്കും. കൊച്ചിനെ ഫുള്ള് ഭീഷണിപ്പെടുത്തിയേക്കാം. അതെ ബാലപീഡനം ഗൈസ്, ബാലപീഡനം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് നമ്മൾ ഉണ്ടാക്കിയ ഒരു നൂഡിൽസും അതിൻ്റെ ഒപ്പമുള്ള ചെറിയ ചെറിയ കഥകളൊക്കെ. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ. ടാറ്റാ ബൈ ബൈ. നമ്മൾ തന്നെ നൂഡിൽസ് ഉണ്ടാക്കാം. അപ്പം മാമി പെരുപാടി ഉണ്ട് തങ്കൂന്